Good afternoon. Good afternoon. Say good afternoon. Good afternoon, Miss. Okay. Good afternoon, Miss. Good afternoon. Good afternoon. എല്ലാവരും present ചെയ്തോളൂ. All of you type your present in chatting window. Good afternoon. ഇപ്പൊ നമുക്ക് കുറേ പണിയായില്ലടാ. ഇങ്ങനെ ബാക്ക് അത് ബാക്ക് അടിക്കേണ്ടത് എങ്ങനെ ഇതാക്കുമെന്ന് അറിയാം. സമജ്ഞയാണോ പറയുന്നേ? ചേട്ടായിയോട് പറഞ്ഞ എടാന്ന് വിളിച്ചിട്ടല്ലേ അമ്പടി. Okay. Then take your textbook. Have you had your lunch? No, lunch കഴിച്ചില്ല. അയ്യോ വിശന്നിരിക്കണോ? സാരമില്ല, നമുക്ക് പെട്ടെന്ന് പാഠം പഠിച്ചിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. Okay. Then listen. Take your page number. पेज नंबर कितना है? पेज नंबर 33. നമ്മുടെ ഭവിക പ്ലീസ് അൺമ്യൂട്ട്. വ്യഞ്ജൻ ഗീത് കാസേ കബൂത്തർ ഖാസേ ഖബർ പഠിക്കോ? ഭവിക കുട്ടിയെ കാസി കബൂത്തർ മിസ്സേ മിസ് മ്യൂട്ട് ആയിരുന്നു. സോറി ഭവിക. യെസ് മിസ്. മോള് നന്നായിട്ട് പാടി വരുമായിരുന്നു, പെട്ടെന്ന് കട്ടായി പോയി. Then continue. കാസേ കബൂത്തർ കാസേ ഖബർ गासी कमला खासी कर नावन होता खाली मिलकर बजाओ ताली कासे चासे चम्मच चासे चट जाला जल
जल का चरना चर चर चर, जल का झरना जल जर जर जर, नावन होता खाली मिलकर बजाओ ताली. വെരി ഗുഡ്. ചാ സേ ചം ചം എന്നാട്ടോ മോളെ, ചമ്മച്ചല്ല. ചാ സേ ചം ചം ചാ സേ ചർ, ജൽ കാ ചർന ചർ ചർ ചർ, ഞാ വർണ്ണ ഹോത്ത ഖാലി മിൽക്കർ ബജാവോ താലി. ഇനി ആർക്കാ പാടേണ്ടത്? നല്ല രസമുണ്ടായിരുന്നു ഭവിക പാടിയത്. ഗിവ് ക്ലാപ്പ്. സമജ്ഞ. ഓക്കെ. का से कबूतर, गा से गबर, गा से गमला, गा से घर, नावर होता गाली मिलकर बजाओ ताली. चा से चमचम चा से चट, जल का चरना चर चर चर, नावर होता गाली मिलकर बजाओ ताली. चा से टमाटर. ഇത്രയും നമ്മൾ പഠിച്ചത് അല്ലേ? പഠിച്ചത്ര നമുക്ക് പാടി 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 പോകാം അല്ലെ? ലാസ്റ്റ് ചോദിച്ചു അമ്ന ഫാത്തിമ. ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ പോകാന്ന് വെച്ചിട്ടാ. അമ്ന ഉമ്മാനെ വിളിക്കണോ? പാടിക്കോ. ഫസ്റ്റ് തൊട്ട് വായിക്കേ. കാസേ കബൂത്തർ ഖാസേ कासे कबूतर कासे. റേഞ്ച് പ്രശ്നമുണ്ടല്ലോ അമ്ന. ഓക്കെ, ആദ്യം അതിന് പാടണോ? ഓക്കെ. അമ്ന ഫാത്തിമ ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, ആദ്യം कासे कबूतर कासे खबर, गा से गमला गा से घर, गावन होता काली मिलकर बचाओ ताली. चा से चमचम चा से छर, जल खा जरना जर जर जर, गावन होता खाली मिलकर बचाओ ताली. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് പാടാൻ മോനെ കേട്ടോ. നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്തത് പാടാം. അപ്പൊ രാവിലത്തെ ഹോംവർക്ക് ഫുള്ളായിട്ട് ചെയ്ത് എത്ര കുട്ടികളുണ്ട് ഇവിടെ? എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാവിലെ പറഞ്ഞ ഹോംവർക്ക് ചെയ്ത് കാണിച്ചവര് കുറെ പേരുണ്ട്. നന്നായിട്ടുണ്ട്. വെരി ഗുഡ് ചിൽഡ്രൻ. എത്ര പെട്ടെന്ന് അവരത് എഴുതിയെടുത്തു. ഇപ്പൊ എഴുതാത്തവർ എന്ത് ചെയ്യണം? ഇപ്പൊ എഴുതണ്ട. ഡോണ്ട് റൈറ്റ് നൗ, ആഫ്റ്റർ. അപ്പൊ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? ഹോംവർക്ക് ചെയ്യാത്തവര് പിന്നീട് ചെയ്യണം. കൂട്ടി കൂട്ടി വെച്ചാൽ ഒത്തിരി ആവും അല്ലെ? ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പൊ രാവിലെ പഠിച്ചതൊന്ന് റിവൈൻഡ് ചെയ്തു തരാം. ചാസേ ചടായി, ഛാസേ ഛത്തരി, ജാസേ ജഹാസ്, ഛാസേ ചർന, ഞാ വർണ്ണ ഹോത്ത ഖാലി. ഞാൻ ചേർത്തിട്ട് നമുക്ക് അക്ഷരങ്ങൾ വാക്കുകളൊന്നും ഇല്ല ഇവിടെ, അതുകൊണ്ട് ഖാലിയായിട്ടിരിക്കാം. താഴെ ശബ്ദകോശില് ചമ്മച്ച്, ചമ്മച്ച് സ്പൂൺ, ചർക്ക സ്പിന്നിങ് വീൽ, ചമേലി ജാസ്മിൻ, ഛത്ത ഹൈവ്, ചൽനി സ്ട്രെയിനർ, ചടി സ്റ്റിക്ക്, ജൽ വാട്ടർ, ജഗ് ജഗ്, ജലേബി ജലേബി, ചബില ടെസ്റ്റ് ഫോർ എ ബേബി, ചണ്ട ഫ്ലാഗ്, ചടി ഷോവർ. Take next page 42, page number 42. ഹോംവർക്ക് ചെയ്യാനുള്ളതാണ്. നോക്കിയേ. അഭ്യാസ്. വർണ്ണ പഹച്ചാനോ അവർ സഹി വർണ്ണ പർ ഗോള ലഗാവോ. എന്താണ്? Recognize the letter and draw the circle on the same letter. ഇവിടെ ഫസ്റ്റ് ബോക്സിനകത്ത് കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. Can you see this? ച, ഛ, ജ, ഛ. ഈ അതേ അക്ഷരങ്ങള് റൈറ്റ് സൈഡില് കൊടുത്തിട്ടുണ്ട്. അത് ഏതാന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. ച എന്ന ലെറ്റർ റൈറ്റ് സൈഡിലെ ലെറ്റർ, അതായത്
ആ റോയില് അതേ നിരയിൽ ഉണ്ടെങ്കിൽ അതിന് സർക്കിൾ ചെയ്യാനാണ് പറയുന്നത്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ഹിയർ. ച സെയിം ലെറ്റർ ഇവിടെ ഉണ്ട്, സർക്കിൾ റെഡ് കളറിൽ സർക്കിൾ ചെയ്ത് കണ്ടു അല്ലെ. നെക്സ്റ്റ് ച, ലാസ്റ്റ് വൺ അല്ലെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ അക്ഷരം ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ അതിന് സർക്കിൾ ചെയ്യാം. തേർഡ് വൺ ജ. പേജ് നമ്പർ 42. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് പേജ് നമ്പർ ചോദിക്കല്ലേ. പേജ് നമ്പർ 42 ആണ്. അപ്പം തേർഡ് വൺ പറഞ്ഞു അല്ലെ. ജ കണ്ടുപിടിച്ചു, സർക്കിൾ ചെയ്തു. ലാസ്റ്റ് വൺ ഛ, ഫസ്റ്റ് തന്നെയുണ്ട്, സർക്കിൾ ചെയ്യാം. ഓക്കെ. ലാസ്റ്റ് സോറി നമ്പർ 2. चित्र देखो और नाम का पहला वर्ण लिखकर शब्द पूरे करो. എന്താണ്? ചിത്രം നോക്കിയിട്ട് അതിന്റെ പേര് മനസ്സിലാക്കുക. എന്താണെന്ന് ചിത്രം നോക്കുമ്പോൾ നമുക്ക് പേരറിയാം അല്ലെ. ആ പേരിന്റെ പഹല അക്ഷർ ലിഖോ എന്നാ പറയുന്നത്. ആദ്യത്തെ അക്ഷരം, ഫസ്റ്റ് ലെറ്റർ എഴുതാനാ പറയുന്നത്. റൈറ്റ് ദ ഫസ്റ്റ് ലെറ്റർ. ഫസ്റ്റ് വേർഡ് ഈസ് ജലേബി. അപ്പൊ അവിടെ ഫസ്റ്റ് വേർഡ് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, ജ. സെക്കൻഡ് വേർഡ് ഈസ്, സെക്കൻഡ് പിക്ചർ ഈസ് വാട്ട്? ചർക്ക. അപ്പൊ ഇർഖാനെ കൊടുത്തിട്ടുള്ളൂ ഇവിടെ. അപ്പൊ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ച. റൈറ്റ് നൗ ച. റൈറ്റ് ച, ചർക്ക. ഓക്കെ. നെക്സ്റ്റ് അവിടെ ഷിപ്പിന്റെ പിക്ചറാ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഷിപ്പിന് എന്താ ഹിന്ദിയിൽ പറയാ? അബ്ദുൽ ഹാദി, Hindi word of ship. Hadi, unmute ചെയ്യേ. നസീം, മിസ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യണം. അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്യാം. ഹാദി, സോറി നസീം മുഹമ്മദ്. അബ്ദുൽ ഹാദി പറയുന്നത്. യെസ്. ഷിപ്പിന് എന്താണ് ഹിന്ദി വേർഡ്? ഷിപ്പ്. ഷിപ്പിനെന്ന് ജഹാസ്. പറ പറട. ജഹാസ്. ഓക്കെ, കറക്റ്റ്. ജഹാസ് എന്ന് പറയുമ്പോ അവിടെ ജ എഴുതണം അല്ലെ. ഫസ്റ്റ് ലെറ്റർ ഈസ് ജ. പ്രിയങ്ക ചൗഹാൻ എന്താണ്? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? No, miss. Yes. വെറുതെയാണല്ലേ. നെക്സ്റ്റ് സ്പൂൺ അല്ലെ. സ്പൂണിന്റെ പിക്ചർ ആണ് കാണുന്നത്. എന്താണ് സ്പൂണിന് പറയാ? ആൽബർട്ട്. സ്പൂൺ ഹിന്ദി വേർഡ്? Spoon. Chammach. ചമ്മച്ച്. Spoon. ഓക്കെ ആൽബർട്ടെ, ചമ്മച്ച് എന്നുള്ളത് ഇവിടെ മച്ചിനെ കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ലെറ്റർ എന്താണ്? ചമ്മച്ചിന്റെ ഫസ്റ്റ് ലെറ്റർ. വിച്ച് ഈസ് ഫസ്റ്റ് ലെറ്റർ ഓഫ് ചമ്മച്ച്? Cha. Cha. Very good. Right, cha. Next, Lashmi. What is the next picture? Charna. Charna. What is the first letter? ആദ്യത്തെ ലെറ്റർ ഏതാണ് പറഞ്ഞു കൊടുക്ക. ചാ പറ. Cha. Cha. Right, cha. ഏത് ചായാണ് എഴുതേണ്ടത്? നമ്മള് നാലാമത് എഴുതുന്നത് ചാ ചാ ജാ ചാ. നല്ല ഉറപ്പിൽ പറയുന്നില്ലേ? ചർന, ച. റൈറ്റ്, ച. Okay. Next, Anna Grace. Last picture. Chattari. First letter. Cha. Right. Cha. ഏത് ചായാണ്? ചാ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ചായാണ് എഴുതേണ്ടത്. ചത്തരി. Are you finished?
Yes, okay. Then next, number 3. സഹി വർണ്ണ ലിഖിക്കർ ഖാലി ജഗ് ഹരോ. എന്താണ് ശരിയായ? അവിടെ കുറച്ച് ഖാലി അവിടെ മിസ്സായിട്ടുണ്ട് ലെറ്റേഴ്സ്. അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ക. നെക്സ്റ്റ് ലെറ്റർ ഈസ്, നിങ്ങൾ തന്നെ എഴുതണം. എന്താണ് നെക്സ്റ്റ് ലെറ്റർ? ഖായാണ് അല്ലെ? റൈറ്റ് നൗ ഖ, ഗ, ഖ, ങ. അവിടെ മിസ്സായ ലെറ്റർ നിങ്ങൾ എഴുതണം. നമ്മൾ ആ വ്യഞ്ജനാക്ഷരങ്ങളിലെ രണ്ട് റോ ഉള്ളത് ക, ഖ, ഗ, ഖ, ങ. നെക്സ്റ്റ് ച, ഛ, ജ, ഛ, ഞ. അവിടെ മിസ്സായ ലെറ്റർ നിങ്ങൾ എഴുതിയെടുക്കുക, ഫില്ല് ചെയ്യാം. ആൽബർട്ട് സ്കറി എഴുതുന്നില്ല? അർജുൻ രാജേഷ് വീഡിയോ ഓൺ ചെയ്യേ. Okay. Alon Joseph, where are you going? Sit properly. Okay, okay, good, Albert. Very good, very good. ഇപ്പൊ നമ്മൾ ഇതുവരെയായിട്ട് പഠിച്ചത് പഠിച്ചതാണ്. ഇപ്പൊ നിങ്ങൾ നമ്പർ 3 അഭ്യാസില് നമ്പർ 3 എഴുതിയത് അല്ലെ? കാക്ക, ഗാക്കാങ്ങ, ചാച്ച, ചാച്ചങ്ങ. ഇനി ഈ അക്ഷരങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഇനി നമ്മള് പഠിക്കാൻ പോകുന്നതാണ് എന്താണ്? നെക്സ്റ്റ് റോയിലുള്ളത് ടാറ്റ, ഡാറ്റാണ. ഇതൊന്നും ഇന്ന് വായിക്കുന്നതേ ഉള്ളൂ, എഴുതുന്നില്ല കേട്ടോ. ആ പേജിലുള്ളത് വായിപ്പിക്കുന്നതേ ഉള്ളൂ. ഒത്തിരി ഉണ്ട്, നമുക്ക് പേജ് ബാക്കിലോട്ട് പോകുമ്പോൾ കുറേ ഉണ്ട് പഠിക്കാൻ. അപ്പൊ കുറച്ചങ്ങോട്ട് വായിച്ച് പോയി നമ്മൾ എഴുതി ആകുമ്പോഴേക്കും ഈ വലിയ വാക്കുകളൊന്നും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവില്ല. ഫസ്റ്റ് ക്ലാസ് അല്ലേ നിങ്ങള്? കുറച്ച് പിക്ചേഴ്സ് തരും, പക്ഷെ ഈ പിക്ചേഴ്സിലുള്ള വാക്കുകൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. പിക്ചേഴ്സ് തന്നിട്ട് അതെന്താണെന്നാണ് നിങ്ങൾക്ക് എഴുതാനുണ്ടാവുക, ഫസ്റ്റ് ലെറ്റർ എഴുതാനുണ്ടാവും. അപ്പൊ ഈ അഭ്യാസിൽ കാണുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതി പഠിക്കണം. ഓക്കെ. Then take page number 43. ഇന്ന് ഹോംവർക്ക് ഒന്നും ചെയ്യണ്ട. ഹോംവർക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് എഴുതുക, അത് പഠിക്കുക. ഓക്കെ. ഇന്ന് വായിക്കാൻ പഠിക്കുന്നതേ ഉള്ളൂ. അതിന്റെ റൈം പാടാം നമുക്ക്. പേജ് നമ്പർ 33 കണ്ടോ? ടാസെ ടമാട്ടർ ഠാസെ ടഹർ ബജെ ഡമരു ഡഫലി ഗാവ് സഹർ നാ വർണ്ണ ഹോത്ത ഖാലി മിൽക്കർ ബജാവോ താലി. ഇതിന്റെയാണ് നമ്മൾ ടാറ്റ ഡാറ്റാണ എന്നുള്ളതിന്റെയാണ് 4 വരി സോങ് ആയിട്ട് വന്നത്, വ്യഞ്ജൻ ഗീത്. ടാസെ ടമാട്ടർ ഠാസെ ടഹർ ബജെ ഡമരു ഡഫലി ഗാവ് സഹർ നാ വർണ്ണ ഹോത്ത ഖാലി മിൽക്കർ ബജാവോ താലി. ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോവാ ഇന്ന്. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാത്ത കുറച്ച് കുട്ടികളുണ്ട് അല്ലെ, അവരെ കൊണ്ടൊന്ന് വായിപ്പിക്കാം. ടാസെ ടമാട്ടർ, ഇതൊക്കെ ഓൾറെഡി പഠിച്ച് ബൈ ഹാർട്ടായി കഴിഞ്ഞ കാര്യം അല്ലെ? ടാസെ ടമാട്ടർ, ഠാസെ ടപ്പ. ടപ്പ മീൻസ് സ്റ്റാമ്പ്. അത് സീലില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്, സീൽ ചെയ്യുന്ന. ഡാസെ ഡലിയ, ഡലിയ മീൻസ് ബാസ്കറ്റ്. ഠാസെ ടപലി, ടപ്പലി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ദഫ് മുട്ടുന്നതിന് നമ്മൾ എടുക്കുന്ന സാധനമില്ലേ, എന്താ ഇനി പറയാ നിങ്ങൾ അതിന്? ടപ്പലി തന്നെയാണോ ദഫ് മുട്ടുന്നതിന്? നസീമിനോട് ചോദിച്ചാൽ അറിയായിരിക്കുമല്ലോ. ദഫ് എന്നാണോ പറയുന്നതിന്? നിങ്ങൾ ദഫ് മുട്ടാൻ ഉപയോഗിക്കുന്ന ആ ഉപകരണത്തിന് എന്താ പറയാ നസീമെ? എന്താ പറയാ? നസീമിനെ അറിയോ? എനിക്കറിയില്ല. ഞാൻ ആരാ പറയാത്? അഫ്രീൻ ഉണ്ട്. ഓക്കെ, അഫ്രീൻ അറിയാം. ദഫ് തന്നെയാണോ പറയുന്നേ?
അപ്പഴൊക്കെ പഠിച്ചത് ദാസേ ദഫ്ലീന്നാന്ന് പറഞ്ഞു കൊടുത്തു മിസ്സിന്. ഞാൻ ക്യാമ്പിന്ന് പഠിച്ചത് ദാസേ ദഫ്ലിയാണ്. അതെയോ? ദഫലി. ദഫലി എന്നുള്ള വാക്കാണ് നമ്മൾ UKG-ലും പഠിച്ചത്. ഇവിടെ ദഫലി എന്ന് കാണുന്നുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടാവുമായിരിക്കും അല്ലെ? ദഫലി. അതെ അല്ലേ? നമ്മളെ UKG-ൽ അങ്ങനെയാണല്ലേ പഠിച്ചത്? ദഫലി എന്നല്ലേ പഠിച്ചത്? അതെ, പുതിയൊരു വാക്ക് പഠിക്കുക, അത് തന്നെയാണ് ദഫലി. ദാസേ ധാസേ ദഫലി. ഒരു PH കൂടെ വേണമായിരുന്നു ഇവിടെ അല്ലെ? പാ മാറിയിട്ട് ഫ എഴുതിയാൽ മതി. ദഫലി. ഓക്കെ. ഇവിടെ നാ പറഞ്ഞ ഹോത്ത ഖാലി അല്ല കേട്ടോ. നാസേ ചരൺ. കണ്ടോ? നാ ചേർത്തിട്ടൊരു വാക്കുണ്ട്. നാസേ ചരൺ. എന്താ ചരൺ എന്ന് പറഞ്ഞാല്? ചരണം. മലയാളത്തിൽ ചരണം എന്ന് പറഞ്ഞില്ലേ നമ്മളെ? ഫീറ്റ്, കാലിന്റെ കാലടിയില്ലേ, അതാണ് ചരൺ. ഇവിടെ നോക്കിയേ, അതിനുശേഷം 2 അക്ഷരങ്ങൾ കൊടുത്തുണ്ടോ? നമ്മൾ ഡാ പഠിച്ചു, ഡാസേ ഡലിയ എന്ന് പഠിച്ചു. ഡാ എഴുതിട്ട് അതിന്റെ അടിയിൽ ഒരു ഡോട്ട് അല്ലേ? ഒരു ഡോട്ട് ഇടുന്നു. അതെന്തിനാ? ഇപ്പൊ ഡാ എഴുതി അതിന്റെ അടിയിൽ ഡോട്ട് ഇട്ടാൽ നമ്മൾ അതിന്റെ പ്രൊനൗൺസിയേഷൻ രാ എന്നുള്ളൊരു ഉദ്ദേശമാണ് വരുന്നത്. നമ്മൾ സടക്ക് എന്ന് പറയും, പക്ഷെ അതിന്റെ ശരിയായ വാക്ക് ഉച്ചാരണം സടക്ക്, ആ ഒരു രാ ഉള്ള ഒരു ഇതാ വരുന്നത്. നമ്മൾ സടക്ക് തന്നെ പറഞ്ഞു, സടക്ക് പെർ ചലോ എന്നൊക്കെ പറയും. അതുപോലെ വേറൊരു ഇതുണ്ട്, ഠ എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഒരു ഡോട്ട് ഇട്ടാൽ എന്താ വായിക്ക? നോക്കിയേ, പഠന എന്നാണ് നമ്മൾ പറയാ സാധാരണ, പക്ഷെ അവിടെ RH ആ ഒരു ഇതാണ് വരിക, ആ ഒരു പ്രൊനൗൺസാ വരിക, RH. അത് നിങ്ങൾ വലുതാകുമ്പോ ഒക്കെ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ അതിലൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടത്. ഇപ്പൊ നമ്മൾ ഡാ ഠ ണ അത് തന്നെ പഠിച്ചാൽ ടാ ഠ ഡാ ഠ ണ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോ. ശബ്ദകോശ്. ടാ സേ ടബ് ടഹനി, ഠാ സേ ഠഡേര ടഹർ, ഡാ സേ ഡമരു ഡബ്ബ, ഠാ സേ ഠക്കൻ ഠോലക്, ഡാ സേ ജഡ് ലടുക്കി. നമ്മൾ ആ ലടുക്കി ഡാന്ന് ഇങ്ങനെ ഉറപ്പിച്ച് പറയും, ലടുക്കി. അതിനൊരു പ്രൊനൗൺസിയേഷൻ നമുക്കത് കിട്ടില്ല, നമ്മുടെ ശൈലിയിൽ അത് വരില്ല, ആ ഒരു പ്രൊനൗൺസ് വരില്ല. നമ്മൾ ലടുക്കി എന്ന് തന്നെ പറയും അത്. ഠാ സേ ഠൂഡ്ര ഗഠ, ഗാഠ, ഠൂട്ട്ന ഗാഠ. ഓക്കെ, അതൊന്നും ഞാൻ വായിച്ചു തന്നേ ഉള്ളൂ, അതിലൊന്നുമില്ല നിങ്ങൾക്ക് ഇന്ന് പഠിക്കാന്. നമ്മൾ ഇന്ന് പഠിച്ചത് ചാച്ച ജാച്ച ഞ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യാത്ത ആരാണുള്ളത്? അലോൺ ജോസഫ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തവരെ ഞാൻ വായിപ്പിക്കാണ്. ഓക്കെ, ഛാ സേ ചടാ, ഛാ സേ ചത്തരി. Where is your textbook? Where is your textbook? ആഹാ, എവിടെ നോക്കിട്ട് പിന്നെ വായിക്കുന്നേ? കാണാപ്പടം പിടിച്ചാ? ജാ സേ ജഹാജ്, ജാ സേ ജഹാജ്, ജാ സേ ജന്ന. ഓക്കെ, ഞാൻ പറഞ്ഞു ഹോത്ത ഖാലി. ഞാൻ പറയണം, ഞാൻ എന്നെ നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഈ ലെറ്റേഴ്സ് എന്നിട്ട് നിങ്ങളോട് പറയും ഇത് ഏത് ലെറ്റർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയും. ഐഡന്റിഫൈ ദ ലെറ്റർ. ലെറ്റർ പകച്ചാനോ എന്നൊക്കെ പറയും. അപ്പൊ എന്താണ് ഈ ഞാൻ എന്ന അക്ഷരം നിങ്ങൾ വായിക്കാണ്ട് പോയാൽ പഠിക്കും അത് ഇല്ല. ഓക്കെ, അലോൺ കഴിഞ്ഞില്ല, ശബ്ദകോശിലെ വാക്കുകൾ വായിച്ചു കേൾപ്പിച്ചേ. ചാസേ ചമ്മച്ച്, ചക്ക, ചമേരി. ഓക്കെ, ചത്ത,
ചല്ലി ചൽനി. ചടി വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ് ക്ലാസ്സിൽ വായിക്കാത്തത്? ഓക്കെ, വെരി ഗുഡ്. അബ്ദുൾ ഹാദി വായിച്ചില്ലല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. Then read fast. Read. ജാസെ ച ജാസെ ച ചടായി. ജാസെ ചടായി ആയിക്ക് ചാസെ ആ എന്താണ്? ചാസെ ചതരി. ജാസെ ചത്തരി ജാസെ ജഹാസ്. ജാസെ ജഹാസ് ചർണ. ജാസെ ജർണ ഞ. ഞ റെഡിയാണോ? അബ്ദുൾ ഹാദി ക്ലാസ്സിൽ ശ്രദ്ധിക്കണേ മോനെ. നസീം മുഹമ്മദ്, പാർവണ, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ എപ്പോഴും ശരിയല്ല അബ്ദുൾ ഹാദി കേട്ടോ. എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല. നീ ക്ലാസ്സിൽ ശ്രദ്ധിച്ച എല്ലാം പറയാൻ പറ്റും. ചർക്ക ചമേലി ചത്ത ചൽനി ചടി ചൽ ചല്ലല്ല മോളെ, ജൽ. ജാസെ ജൽ. ജക്ക് ജിലേബി ജലേബി. ശബല ചണ്ട ചണ്ടി ചടി. ചടി എന്നാണ് കേട്ടോ. ഓക്കെ ഓക്കെ. ഇലോൺ ഉല്ലാസ്, വേർ ഇസ് ഇലോൺ? ഇലോൺ ഉല്ലാസ്, വേർ? ഇലോൺ ആണല്ലോ എന്നോട് ആദ്യം. ഓക്കെ ഓക്കെ ഓക്കെ, 2 പേജിലായിട്ടാണ്. ഓക്കെ, ആൽബർട്ടിനെ വിളിക്കാം കേട്ടോ മോനെ. ജാസെ ചത്തരി ചടി ജാസെ ചത്തരി മമ്മി ഒളിച്ചു. ജാസെ ജാസ് ജാസെ ജർണ ഞാ. ഓക്കെ, ഒരു സൗണ്ട് അല്ലേ. നെക്സ്റ്റ് ആരായിരുന്നു? ആൽബർട്ട്. ചാസെ ചമച്ച് ചർക്ക ചമേലി ചാസെ ചത്തരി ചത്ത ചലന ചടി ജാസെ ജൽ जग जलेबी जाते जबला പ്രിയങ്ക. പ്രിയങ്ക ഉറങ്ങി വീഴല്ലേ. जड़ी ചടി. ഓക്കെ. ഗാത്രി. चासे चट चटाई छतरी जहाज. जहाज चरना. ना वर्ण होता काली. ഞാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഞാനുള്ള ലെറ്റർ തിരിച്ചറിഞ്ഞാൽ മതി. ഓക്കെ. നെക്സ്റ്റ് ഇനി ആരാണ് ഒട്ടും വായിക്കാത്തവര് ക്ലാസ്സില്? ഗൗരിനന്ദ. चम्मच चासे चम्मच चासे चरखा चमेली जैसे जक्का चलनी चड़ी जैसे जग जल जग
Jalebi. Ja se jagala. Chanda. Chedi. വെരി ഗുഡ് വെരി ഗുഡ്. കാശിനാഥ് വായിച്ചതാണോ? രാവിലെ വായിച്ചതാണോ മോനെ? എങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ. ദൃശ്യ Ja se chamat. Charka. Chameli. Ja se chattu. സത്ത. Chatta. Chalini. Chedi. ഓക്കെ. Ja se jalni. Jug. Jalebi. ഓക്കെ വെരി ഗുഡ്. Ja se jagala. Chanda. Chedi. വെരി ഗുഡ്. പിന്നെ ആരാണ് ഇനി വായിക്കാത്തവര്? ദേവപ്രിയ വായിച്ചോ? വായിച്ചു. ഓക്കെ. വായിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈയ്യെടുത്തുക. നമുക്കൊരു 6 മിനിറ്റ് കൂടെ വരുന്നുണ്ട്. ക്രിസ്റ്റ ജോൺ മോൻ രാവിലെ വായിച്ചാണോ? Chamat. Charka. Chameli. Chatta. Chalni. Chadi. Chal. Chakkar. Chadi. Chabala. Chanda. Chedi. ആ വെരി ഗുഡ്. ജൽ ജൽ ജഗ് ജലേബി. അതിന് വലിയ ബലം കൊടുക്കണ്ട കേട്ടോ. സോഫ്റ്റ് ആയ ലെറ്റർ അത്. ഇനി ആരാണ്? കഴിഞ്ഞോ? ഷാമിൽ എന്താണ്? എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറയുന്നുണ്ടാരോ? ഷാമിൽ ഷാമിലിനെ രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ കണ്ടില്ല. ക്ലാസ് ഉണ്ടായിരുന്നല്ലേ ചേച്ചിക്ക്? ഓക്കെ ആ ഓക്കെ അറിഞ്ഞു. എന്നാലും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലെ? ഓക്കെ. നമ്മൾക്കത് ചോദിക്കണം, എന്നാലേ കുട്ടികളെ വിളിച്ച് അന്വേഷിക്കണം. അതുകൊണ്ടാണ് കേട്ടോ. ഷാമിൽ എന്നോടാ ചോദിക്കുന്നേ, നീ ഒന്നും കാണാത്ത രാവിലത്തെ ക്ലാസ്സിൽ എടുത്ത് തന്നെയാണ് മോനെ ഇത്. വായിച്ചോളൂ. ചാസെ ചമ്മച്ച്. Jase chamat. ചർക്ക. Katta. ആരാണ്? സൈലൻസ് പ്ലീസ്. ഷാമിന്റെ വീട്ടിലാണോ ഭയങ്കര സൗണ്ട് കേൾക്കുന്നേ? അതെയോ? പെട്ടെന്ന് വായിക്കുമോനെ. മിസ് പറഞ്ഞു കൊടുക്കാവോ? ഞാന് ഇടയ്ക്കില്ല കുറെ ക്ലാസ് വിട്ടിട്ടുണ്ട്. അതാ. ഓക്കെ. ടേക്ക് പേജ് നമ്പർ 39. ചാസെ ചടായി. Jase chadai. ചാസെ ചത്തരി. Jase chattari. ജാസെ ജഹാജ്. Jase jahaj. ചാസെ ചർണ. Jase charna. ഞാ. Nya. ഓക്കെ. ബാക്കി വരുന്ന ശബ്ദകോശിന്റെ വാക്കുകളാണ് ഇപ്പൊ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചത്. ഇനി ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. ബാക്കി എല്ലാരും ആയോ? എല്ലാരും തന്നെ വായിച്ചു അല്ലേ? All of you do the homework neatly. Then wind up ചെയ്യാണ് class. Okay. Bye. See you.